നമസ്കാരം. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു ഹാർട്ട് ഡിസീസിനെ പറ്റി തന്നെയാണ്. ഇത് എല്ലാ സിസ്റ്റക്കാർക്കും എല്ലാ കാർഡിയോളജിസ്റ്റിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഹാർട്ട് അറ്റാക്ക് ഡ്യൂ ടു അൺനോൺ റീസൺ. ഒരു റീസണും ഇല്ലാതെ രോഗി മരിക്കുന്നു ഹാർട്ട് അറ്റാക്ക്. പക്ഷേ എന്തെങ്കിലും ഒരു കാരണം സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാരണം വേണം. കാരണമില്ലാതെ നമുക്കൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ മെഡിക്കലായിട്ടുള്ള ഇതിനായിക്കഴിഞ്ഞാൽ ഒരു കാരണമില്ല, ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ദെയർ ഈസ് ആൻ എക്സാക്ട് റീസൺ. ആ റീസൺ പറഞ്ഞുതരാം, അതിൻ്റെ സൊല്യൂഷനും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് കാർഡിയോളജിസ്റ്റിന് പോലും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണിത്. അപ്പം നമ്മുടെ ഹാർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ചെറിയൊരു 2 മിനിറ്റ് ഞാൻ ഒരു വിവരണം തരാം. നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് മരിക്കുന്നത് വരെ റെസ്റ്റ് ഇല്ലാത്ത ഒരേ ഒരു അവയവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടാണ്. ഇപ്പോൾ നമ്മൾ ഉറങ്ങുമ്പോഴത്തേക്ക് ബ്രെയിന് റിലീഫുണ്ട്. ആഹാരം കുറച്ച് കഴിക്കുക, അല്ലെങ്കിൽ അതുപോലുള്ള അമിതമായിട്ട് ആഹാരം കഴിക്കാതിരിക്കുന്നതിന് സ്റ്റൊമക്കിന്, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് റെസ്റ്റുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ലിവറിനും എല്ലാം റെസ്റ്റുണ്ട്. അപ്പോൾ കൈകാലുകൾക്കായി കഴിഞ്ഞാലും നമ്മൾ ഉറങ്ങുമ്പോഴത്തേക്ക് റെസ്റ്റ് എടുക്കും. ഈ സമയത്തെല്ലാം ഹൃദയം വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഹൃദയം ഇതൊക്കെ ആണെങ്കിൽ തന്നെയും ഇപ്പോൾ ബ്രെയിൻ പോലെയോ ലിവർ പോലെയോ കിഡ്നി പോലെ അത്ര ഒരു കോംപ്ലിക്കേറ്റഡ് ഓർഗൻ അല്ല. നമ്മൾ ഹൃദയത്തിനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഹൃദയം നമ്മളെ മാക്സിമം സൂക്ഷിച്ചോളും. അത് വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതി. ഞാൻ ഇത്രയും പറഞ്ഞെങ്കിൽ തന്നെയും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ, അതായത് നമ്മൾ ഹാർട്ട് ഫെയിലുവർ എന്ന് പറയും. ഇപ്പോൾ നമുക്ക് എല്ലാ ആളുകൾക്കും എല്ലാ ദിവസവും ഹാർട്ട് ഫെയിലുവർ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ അറിഞ്ഞോ അറിയാതെ, ഇത് എർത്ത്ക്വേക്ക് പോലാണ്. അപ്പോൾ ഇത് ഒരു കാർഡിയോളജിസ്റ്റ് അല്ലെങ്കിൽ മെഡിക്കൽ സബ്ജക്റ്റ് പഠിച്ചിട്ടുള്ള ആൾക്കറിയാം. പക്ഷേ ഇത് കൂടുതലായിട്ട് വരുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാർട്ടിന് ഏതെങ്കിലും രീതിയിൽ പ്രവർത്തിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടിൻ്റെ പ്രധാന ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പമ്പിങ് ആണ്. അതായത് നമ്മുടെ രക്തത്തിനെ പമ്പ് ചെയ്ത് എല്ലാ അവയവങ്ങളും, അവൻ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, ഇറ്റ് ഈസ് ദ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു നറിഷ് ഈച്ച് ആൻഡ് എവരി സെൽ ഓഫ് ദ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ കോശങ്ങളെയും അതിന് ആഹാരം കൊടുക്കുക എന്നുള്ളതാണ് ഹാർട്ടിൻ്റെ ഒരു ജോലി. അത് പമ്പിങ്ങിൽ കൂടെയാണ് നടത്തുന്നത്. പല കാരണങ്ങൾ കൊണ്ടും ഹാർട്ടിന് പമ്പിങ് പ്രോബ്ലം ഉണ്ടാവും. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടിൻ്റെ ബ്ലോക്കുകളുണ്ടാവും. ബ്ലോക്കെന്ന് പറഞ്ഞാൽ ഹാർട്ടിൻ്റെ ആർട്ടറി ഉണ്ട്, വെയിനും ഉണ്ട്. ഈ വെയിനിൽ അങ്ങനെ ബ്ലോക്ക് വലുതായിട്ട് വരാറില്ല. പക്ഷേ എന്നാലും രക്തം അടവുകൾ ചിലത് കണ്ടിട്ടുണ്ട് വളരെ റെയറായിട്ട്. പക്ഷേ ഇത് ആർട്ടറിയിലാണ്, അതായത് ശുദ്ധരക്തം വഹിക്കുന്ന ആർട്ടറികളിലാണ് ഇത് ഉണ്ടാകുന്നത്. ഇതിന് 2 കാരണങ്ങളാണ്. ഒന്ന്, നമ്മുടെ ആഹാരത്തിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ മനുഷ്യൻ്റെ ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻ സപ്പോസ് ടു ബി വെജിറ്റേറിയൻ. നമ്മുടെ ദൈവം അല്ലെങ്കിൽ പ്രകൃതി നമ്മുടെ ശരീരത്തിനെ ട്യൂൺ ചെയ്തിരിക്കുന്നത് ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിനും വേണ്ടി മാത്രമാണ്. ഇപ്പോൾ തന്നെ നമുക്ക് ഡീസൽ എഞ്ചിനുണ്ട്, ഏവിയേഷൻ എഞ്ചിനുണ്ട്, പെട്രോൾ എഞ്ചിനുണ്ട്, ഇതുണ്ട്. ഇത് ഏതൊഴിച്ച് കഴിഞ്ഞാലും എല്ലാം ഓടും. പക്ഷേ അതിൻ്റെ പെർഫോമൻസ് വ്യത്യാസമായിരിക്കും. അത് വലിയൊരു സബ്ജക്റ്റാണ്, ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യഥാർത്ഥ ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. പിന്നെ 3 കാരണങ്ങൾ വേണം. ഇതെല്ലാം ഹാർട്ട് അറ്റാക്കിന് ഹാർട്ടിനെ ബാധിക്കുന്നതാണ്. ഒന്ന്, ശുദ്ധവായു വേണം, പിന്നെ ശുദ്ധമായിട്ടുള്ള ആഹാരം വേണം, പിന്നെ ശുദ്ധമായിട്ടുള്ള വെള്ളവും വേണം. ഇത് 3 നമുക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ ചെറിയ ആൾക്ക് ഓക്സിജൻ ഇല്ലാത്ത സ്ഥലത്തിരുന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അടച്ചു മൂടിയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഓക്സിജൻ കിട്ടില്ല. ഓക്സിജൻ കിട്ടാതെ കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വരും. പിന്നെ നമ്മൾ ഹാർട്ട് അറ്റാക്ക് വരുന്നതിന് പ്രിക്കോഷൻസ് നമുക്ക് ഒരുപാട് ചെയ്യാൻ തന്നേ ഉള്ളൂ. ഈ പറഞ്ഞതുപോലെ നമ്മൾ കഴിയുന്നതും ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിയുക, പിന്നെ ഈ നോൺ വെജ് കഴിയുന്നതും ഒഴിവാക്കുക. പിന്നെ ഇപ്പം നമ്മുടെ ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം എല്ലാ കാര്യങ്ങളും ഈ നോൺ വെജ് ആയിട്ടുള്ളതാണ് കഴിക്കുന്നത്. ഏത് ഫംഗ്ഷന് പോയി കഴിഞ്ഞാലും നോൺ വെജേ ഉള്ളൂ. പക്ഷേ നമ്മൾ ആഹാരമല്ലാതെ പട്ടിയുടെയും പൂച്ചയുടെയും മൃഗങ്ങളുടെ ആഹാരമാണ് നമ്മളത് കഴിക്കുന്നത്. പക്ഷേ ഏത് ആഹാരം കഴിച്ചു കഴിഞ്ഞാലും നമ്മളത് അസിറ്റീസ് ആയിരിക്കണം. ഇപ്പോൾ ഉദാഹരണം, നമ്മൾ ആപ്പിൾ കഴിച്ചു കഴിഞ്ഞാൽ ആപ്പിൾ നമ്മൾ പാചകമൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇറച്ചി മീനോ മുട്ടയാണെങ്കിൽ ഇതിനകത്തെല്ലാം നമ്മൾ സ്പൈസസ് ആണ് ചേർക്കുന്നത്. സ്പൈസസ് ഫ്രഷായിട്ട് ഇറച്ചി ആരും കഴിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു മൃഗത്തിന് പോയി കഴിഞ്ഞാൽ അവന് അതാണ് ഏറ്റവും സെലക്ട് ചെയ്യുന്നത്. അപ്പം ആ മൃഗത്തിൻ്റെ നമ്മൾ കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് പ്രകൃതി തന്നെയും പറയും, നമ്മുടെ ശരീരം തന്നെയും പറയാം.
എന്നാലും നമ്മൾ ഈ അമിതമായിട്ട് മസാല, മുളക് ഇതെല്ലാം ചേർത്ത് കഴിക്കും. അതും ഹാർട്ടിൻ്റെ ബ്ലോക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ്. പിന്നെ ഹാർട്ട് അറ്റാക്ക് വരുന്നതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. ഇനി നമ്മുടെ സബ്ജക്റ്റ് ഞാൻ തുടങ്ങിയത് ഹാർട്ട് അറ്റാക്ക് ഡ്യൂ ടു അൺനോൺ റീസൺ. ഇപ്പോൾ ഒരു ആളിന് പേഷ്യൻ്റ് പിന്നെ അതാണായാലും പെണ്ണായാലും കുട്ടിയായാലും ആരായാലും അവർക്ക് അൺനോൺ റീസണാണ്. ഡോക്ടർ കാർഡിയോളജിസ്റ്റ് നോക്കുന്നുണ്ട്. എല്ലാവരും നോക്കിക്കഴിഞ്ഞിട്ടും BP നോർമലാണ്, ECG നോർമലാണ്, അതുപോലെ ബ്ലോക്കൊന്നും ഇല്ല, എന്നാൽ തന്നെ ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ട്. അതിന് എക്സാക്ട് റീസൺ ഈസ് ദിയർ. ഹാർട്ട് അറ്റാക്ക് ഡ്യൂ ടു അൺനോൺ റീസൺ. ഇത് നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ടതാണ്. അത് ഞാനിതിൻ്റെ ഒരു പ്രതിവിധിയും കൂടെ പറഞ്ഞുതരാം. അതായത് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരം തന്നെ എല്ലാം പറയും നമുക്ക് ഇന്ന പ്രോബ്ലംസ് ഉണ്ടാകാൻ പോകുന്നു. ഇപ്പോൾ ചില ആളുകൾ ഹാർട്ട് അറ്റാക്ക്, അതായത് അവർക്ക് യാതൊരു പ്രോബ്ലവും കാണില്ല, ഈ ഒരു സ്റ്റേജിൽ കയറിയിരുന്ന് 3-4 മണിക്കൂർ അവിടെ ഇരിക്കും, ഇരുന്ന് പ്രസംഗിക്കുകയെല്ലാം ചെയ്യും. അപ്പോൾ അവിടെ എക്സസൈസ് ഇല്ല, മൂത്രം ഒഴിക്കണമെന്ന് പറഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യും, മലം പോകണമെന്ന് പറഞ്ഞാൽ അതും കൺട്രോൾ ചെയ്യും. നമ്മൾ കൺട്രോൾ ചെയ്യാൻ പാടില്ലാത്ത രണ്ട് കാര്യമാണ്. ഒന്ന്, മലമൂത്ര വിസർജനം ഒരിക്കലും ഒരു കാരണവശാലും കൺട്രോൾ ചെയ്യാൻ പാടില്ല. പിന്നെ ഇങ്ങനെ ഇരിക്കും തോറും നമ്മുടെ വയറിൽ അല്ലെങ്കിൽ കുടലിൽ അമിതമായിട്ട് ഗ്യാസ് ഉണ്ടാവും. ഈ ഗ്യാസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ശ്രദ്ധിച്ചേക്കുക, ഈ ഗ്യാസ് മുകളിലോട്ടും പോകില്ല, താഴോട്ടും പോകില്ല. അങ്ങനെയാണ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഒരു മെഡിക്കൽ സ്റ്റുഡൻസിലേക്ക് ഒരു അറിവിന് വേണ്ടി പറയാം. അതായത് ഈ വൻകുടലുണ്ടാകുന്ന ഗ്യാസ് മുകളിലോട്ട് പോകത്തില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ഇലിയോസീക്കൽ വാൽവ് എന്ന് പറഞ്ഞൊരു വാൽവുണ്ട്. അതായത് ഈ വൻകുടലും ചെറുകുടലും ചേരുന്നിടത്ത് ഈ വാൽവ് ഒരിക്കലും മുകളിലോട്ട് തുറക്കത്തില്ല, താഴോട്ട് മാത്രം. അതായത് നമ്മുടെ ആഹാര സാധനങ്ങളും എല്ലാം താഴോട്ട് വരത്തൊക്കെ. മേളിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മലം വരെയും വായിക്കൂടെ വരും. അങ്ങനെ റെയർ കേസുകളുണ്ട്. അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പറയേണ്ട ഈ അവസരത്തിൽ. പിന്നെ നമ്മുടെ ഏനസ് പറയും, അതായത് മലദ്വാരം, അതിനെ സ്പിങ്ക്ടർ ഏനി എന്നാണ് ഇംഗ്ലീഷിൽ അതിൻ്റെ മെഡിക്കലായിട്ടുള്ള വേർഡ്. അപ്പോൾ ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള മസിലാണ്. നമുക്ക് മലം പോകണമെന്നുള്ള സമയം മാത്രമേ ഇത് മലം പോകത്തുള്ളൂ. അപ്പോൾ അല്ലാത്ത സമയത്ത് അത് ഭയങ്കര കട്ടിയായിട്ടിരിക്കും. അല്ലെങ്കിൽ നമുക്കിപ്പോൾ അങ്ങനെ വോളണ്ടറി ആയിട്ട് അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഇൻവോളണ്ടറി ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ തന്നെ ഇതിന് ഈ മസിലിന് ബലമില്ലെന്നുണ്ടെങ്കിൽ അറിയാതെ തന്നെ മലം പോവും, അങ്ങനെ മൂത്രവും പോവാം. അപ്പോൾ ഈ വായു കയറിയിട്ട് ഇതിൻ്റെ സയൻസ് ഇതാണ്. അപ്പോൾ നമ്മുടെ ഒരു വിഭാജക ഭിത്തിയുണ്ട്. അതായത് നെഞ്ചും വയറുമായിട്ട്, വയറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇംഗ്ലീഷ് പറയുന്നത് തോറാക്സ് ആൻഡ് അബ്ഡമൻ. അപ്പോൾ ഇതുമായിട്ടൊരു വിഭാജക ഭിത്തിയുണ്ട്. അതിൻ്റെ പേരാണ് ഡയഫ്രം എന്ന് പറയും. ഈ ഡയഫ്രത്തിലാണ് ഹാർട്ടും ലങ്സും ഉറപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ ഡയഫ്രത്തിലാണ് ലിവറ്, സ്റ്റൊമക്ക്, ലാർജ് ഇൻറ്റസ്റ്റൈൻ, സ്മാൾ ഇൻറ്റസ്റ്റൈൻ, അതുപോലെ കിഡ്നി, ഇതെല്ലാം ഒരു ഹാങ്ങിങ് ഓർഗൻസാണ്. അവയിലിങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പോലെയാണ്. അപ്പോൾ ഈ ഗ്യാസ് ഉണ്ടാകുമ്പോഴത്തേക്ക് എന്ത് പറ്റും, ഈ ഡയഫ്രം, ഈ വിഭാജക ഭിത്തി മുകളിലോട്ട് കയറി വരും. മുകളിലോട്ട് ഗ്യാസ് പോകത്തില്ല, താഴോട്ടും പോകുന്നില്ല. ഇത് മുകളിലോട്ട് കയറി ഈ ഡയഫ്രത്തിനെ ഇറിറ്റേറ്റ് ചെയ്യും. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡയഫ്രത്തിനെ പ്രസ് ചെയ്യും. പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഹാർട്ടിനും ലങ്സിനും ഇറിറ്റേഷൻ ഉണ്ടാവും. ഇറിറ്റേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അങ്ങനെ ഹാർട്ട് അറ്റാക്ക് വരും. അങ്ങനെ ചില ആൾ ഹാർട്ട് സ്റ്റേജിലിരുന്ന് മരിക്കുന്നത് കണ്ടിട്ടില്ലേ? ഒരുപാട് ആളങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഹാർട്ട് അറ്റാക്ക് വന്ന് ആളുകൾ ആ സ്റ്റേജിൽ ഇരുന്ന് തന്നെ മരിക്കും. കാരണം 1 മണിക്കൂർ 2 മണിക്കൂർ ഈ ഗ്യാസ് കയറി നിറയും. ഇവർ വീണ്ടും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് വീണ്ടും ഗ്യാസ് വന്നുകൊണ്ടിരിക്കും. ഹൃദയത്തിന് പ്രോബ്ലം ഉണ്ടാവും. ഈ ഈ സിംറ്റംസൊക്കെ, ലക്ഷണമൊക്കെ കാണിച്ചാലും ഈ പർട്ടിക്കുലർ പേഴ്സണൽ പുള്ളി മൈൻഡ് ചെയ്യാൻ മാക്സിമം അവിടെ ഇരിക്കും. അപ്പോൾ എങ്ങനെ ഈ ഒരു സ്റ്റേജിലിരുന്ന് കഴിഞ്ഞാൽ, അതുകൊണ്ട് നമ്മൾ യാതൊരു കാരണവശാലും കൂടുതലായിട്ട് സ്റ്റേജിലായാലും എവിടെ ആയിക്കഴിഞ്ഞാലും 1/2 അല്ലെങ്കിൽ 3/4 അല്ലെങ്കിൽ 1 മണിക്കൂറുള്ളിൽ ഇരിക്കാൻ പാടില്ല. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെയും ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹാർട്ട് അറ്റാക്ക് ഡ്യൂ ടു അൺനോൺ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രഷർ കൊണ്ട് ഹാർട്ടിനെയും ലങ്സിനെ ഇറിറ്റേറ്റ് ചെയ്ത് റിസൾട്ട് ഈസ് ദ ഹാർട്ട് അറ്റാക്ക്. അപ്പോൾ ഇതിന് വളരെ സിമ്പിളായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മെഡിക്കൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഒരു എനിമ കൊടുത്തു കഴിഞ്ഞാൽ
ഈ ഗ്യാസ് കംപ്ലീറ്റ് ഇങ്ങ് വെളിയിൽ വരും. പിന്നെ അതോടുകൂടി അത് റിലീഫും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഹാർട്ട് അറ്റാക്ക് ഡ്യൂ ടു അൺനോൺ റീസൺ എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ റീസൺ. ഈ റീസൺ ചിലപ്പോൾ ഡോക്ടേഴ്സ് പോലും ശ്രദ്ധിച്ചെന്ന് വരില്ല. അപ്പോൾ അതുപോലുള്ള പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മളത് വളരെ ശ്രദ്ധിക്കണം. ആദ്യം നമ്മൾ ചോദിക്കേണ്ടത് മലമൂത്ര വിസർജനം പോകുന്നുണ്ടോ, ഗ്യാസ് അമിതമായിട്ടുള്ള ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ക്രമീകരിക്കേണ്ടത്. എങ്കിലേ ഹാർട്ടിന് അവിടെ ഇരുന്ന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതൊരു വലിയ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ ഇതേപ്പറ്റി ഇപ്പം കൂടുതലായിട്ട് പറയുന്നില്ല. ഇത്രയും ഒരു പ്രധാനമായിട്ട് ഹാർട്ട് അറ്റാക്ക് ടു അൺനോൺ റീസൺ. അപ്പോൾ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് ഒരു ഈ എനിമ ഒരു ക്യാന് നിങ്ങളെപ്പോഴും ഒരു വീട്ടിൽ വാങ്ങിച്ച് വെച്ചേക്കണം. മഹാത്മാഗാന്ധി തന്നെ പണ്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെല്ലാവരും ഒരു എനിമ നിങ്ങളുടെ എനിമ ക്യാൻ നിങ്ങൾ വീട്ടിൽ വെച്ചിരിക്കണം. അതെന്ന് പറഞ്ഞാൽ കോളൻ ഹൈഡ്രോതെറപ്പി എന്നൊരു മെത്തേഡുണ്ട്. അത് വലിയൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ പിന്നീട് പറഞ്ഞു തരാം. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ഹാർട്ട് അറ്റാക്ക് എങ്ങനെ ഒഴിവാക്കാം, ബൈപ്പാസ് സർജറി എങ്ങനെ ഒഴിവാക്കാം, ആൻജിയോപ്ലാസ്റ്റി എങ്ങനെ ഒഴിവാക്കാം, ഈവൻ ആൻജിയോഗ്രാം എങ്ങനെ ഒഴിവാക്കാം. ഇപ്പോൾ ആൻജിയോഗ്രാം എങ്ങനെ ഒഴിവാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻജിയോഗ്രാം ചില പേഷ്യൻസിന് ആൻജിയോഗ്രാം പോലും പറ്റാത്ത പേഷ്യൻസ് ഉണ്ട്. ഉദാഹരണം ബ്രെയിൻ ഡിസീസ് ഉള്ളവർക്ക് ആൻജിയോഗ്രാം എടുക്കാൻ ബുദ്ധിമുട്ടാണ്, കിഡ്നി പ്രോബ്ലം ഉള്ളവർക്ക് ആൻജിയോഗ്രാം പ്രോബ്ലമാണ്. ഇതുപോലുള്ള പേഷ്യൻസ് വളരെ സേഫായിട്ട് ചെയ്യുന്നതാണ് ഹാർട്ട് സ്കാൻ. അതാണ് ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ളത്. നമ്മുടെ രാഷ്ട്രപതി ഭവൻ വരെയും ഹാർട്ട് സ്കാനോടെ ഉണ്ട്. അന്ന് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ നമ്മുടെ പഴയ രാഷ്ട്രപതി KR നാരായണ സാറിനെ ട്രീറ്റ് ചെയ്യാൻ ചെയ്തപ്പോഴത്തേക്ക് അവിടെ പിന്നെ പുള്ളി ഒരു ബൈപ്പാസ് സർജറി ചെയ്താൽ പിന്നെ രണ്ടാമത് ആൻജിയോഗ്രാം എടുക്കാൻ ഒക്കത്തിൽ ബൈപ്പാസ് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് പകരം ബ്ലോക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഹാർട്ട് സ്കാൻ അവിടെ ഇപ്പോഴും സ്ഥാപിച്ചിട്ട് ഇപ്പോഴത്തെ രാഷ്ട്രപതിയെല്ലാം അവരത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ഏറ്റവും വലിയൊരു ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസേഴ്സാണ്. അപ്പോൾ ഈ ലേസർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 85% വരെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ ഇതേപ്പറ്റി കൂടുതൽ എനിക്ക് അറിയുന്നതിന് വേണ്ടി വൈകിട്ടൊരു 7 മണിക്ക് ശേഷം എന്നെ വിളിച്ചു കഴിഞ്ഞാൽ പറയുന്നതാണ്.